പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. തൃശ്ശൂരിൽ കർശന സുരക്ഷാ സംവിധാനങ്ങൾ ആണ് ഒരുക്കിയിട്ടുള്ളത്. പ്രവേശനം, സുരക്ഷാ ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ എല്ലാം നിയന്ത്രിക്കുന്നു. കേന്ദ്രസേനയുടെ കൂടി SPG സംഘത്തിൻ്റെ കൂടി നിരീക്ഷണത്തിൽ ആണ് പ്രധാനമന്ത്രിയുടെ വേദിയും ഒപ്പം പരിസര പ്രദേശങ്ങളും എല്ലാം. റോഡ് ഷോയ്ക്കും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കൂടി ഉണ്ടാകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പരിശോധന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ചുട്ടുപൊള്ളുന്ന ചൂടാണ്. അതുകൊണ്ട് തന്നെ പലരും കുപ്പിവെള്ളവുമൊക്കെയായാണ് ആ വേദിയിലേക്ക് എത്തിയത്. പക്ഷേ അതെല്ലാം ഈ ഓരോ ഗേറ്റിൻ്റെയും അടുത്ത് തന്നെ പരിശോധിക്കുന്നവർ ഇത്തരം പരിശോധന നിർബന്ധിതമായ പരിശോധന ഇപ്പോൾ തന്നെ ബാഗുകൾ അടക്കം പരിശോധിച്ച് ബാഗ് ഉൾപ്പെടെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പകരം സംവിധാനങ്ങൾ ഒരു പക്ഷേ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നതിലും വ്യക്തതയില്ല. അവിടെ ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ബാഗുകൾ കയറ്റാൻ പറ്റില്ല എന്ന നിർദ്ദേശം ആണ് നൽകുന്നത്. കുപ്പിവെള്ളം അടക്കം തടയുന്ന സാഹചര്യവുമുണ്ട്. ആജ്ഞയിലേക്ക് തിരികെ എത്താം. എന്തായാലും തൃശ്ശൂരിലെത്തുമ്പോൾ ഇനിയും രാഷ്ട്രീയം പറയാനുണ്ടാകും പ്രധാനമന്ത്രിക്ക് എന്നതിൽ തർക്കമില്ല. തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു നിൽക്കുന്നു BJP എന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വോട്ട് നിലയിൽ ഒന്നാമതെത്തി എന്നതും തൃശ്ശൂരിൽ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നുണ്ട്. BJPയുമായി സഖ്യമുണ്ട് എന്ന് UDFും LDFും പരസ്പരം ആരോപിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് പറഞ്ഞു. അതിനർത്ഥം കേരളത്തിലെ A ടീം BJP തന്നെയാണ് എന്നാണ് എന്നും അദ്ദേഹം പറയുന്നു. ഡീൽ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുന്നതിനിടെയായിരുന്നു മോദിയുടെ ഈ പരാമർശം. आज केरलम पर 5 लाख करोड़ रुपए से ज्यादा का कर्ज हो गया है। 10 साल में ये कर्ज 3 गुने से ज्यादा बढ़ा है। ऐसे में केरलम के लोग सवाल पूछ रहे हैं, केरलम के हिस्से का, जनता की मेहनत का ये पैसा कहां जा रहा है? जवाब एक ही है, LDF वालों की जेबों में। जब यहां NDA सरकार आएगी तो भ्रष्टाचारियों से ये पैसा वसूला जाएगा और केरलम की जनता के विकास में लगाया जाएगा. കേരളത്തിന് അനുവദിക്കുന്ന പദ്ധതി തുക നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് എന്നായിരുന്നു മോദി പറഞ്ഞത്. കേരളത്തിൽ BJP അധികാരത്തിലെത്തിയാൽ അഴിമതിക്കാരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച പണം തിരികെ പിടിക്കുമെന്നും മോദി പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. LDFും UDFും കളിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. അഴിമതിയും മഹാ അഴിമതിയുമാണ് ഈ രണ്ടു മുന്നണികളും നടത്തുന്നത്. ഇവർ പതിറ്റാണ്ടുകളായി കേരളത്തെ കൊള്ളയടിച്ചുവെന്നും വികസിത കേരളമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നും അദ്ദേഹം പറഞ്ഞു. മാറാത്തത് ഇനി മാറുമെന്നും മോദി കൂട്ടിച്ചേർത്തു. हमारा केरलम उलझ कर रह गया है। एनडीए सुहृदगणे, इन दिनों कम्युनिस्ट और कांग्रेस ने मिलकर एक नया प्रोपेगेंडा शुरू किया है। कम्युनिस्ट कहते हैं कि कांग्रेस BJP की B टीम है और कांग्रेस वाले कहते हैं कम्युनिस्ट BJP की B टीम है। यानी LDF और UDF इन लोगों ने भी मान लिया है इस बार केरलम चुनाव में एक टीम अगर कोई है तो वो सिर्फ और सिर्फ BJP ही है. പാലക്കാട് അണികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗമായിരുന്നുവെങ്കിൽ ഇതാ അല്പസമയത്തിനകം നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. ശക്തന്റെ തട്ടകത്തിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. പലതവണ തൃശ്ശൂരിലടക്കം പ്രധാനമന്ത്രി എത്തിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലടക്കം കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണമായിരുന്നു തൃശ്ശൂരിൽ ലഭിച്ചത്. തൃശ്ശൂരിൽ BJP പ്രവർത്തകർ ഒന്നടങ്കം പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴും പ്രവർത്തകരുടെ ഒഴുക്ക് അവിടേക്ക് തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത്തവണ തൃശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ
കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ BJP ടിക്കറ്റ് മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് BJP പുലർത്തുന്നത്. പാലക്കാട് മണ്ഡലത്തിലും പ്രത്യേകമായ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എപ്പോഴും BJP രണ്ടാം സ്ഥാനത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അക്കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരൻ ഷാഫി പറമ്പിലുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ ആ രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണ് അദ്ദേഹം ഓർത്തെടുത്തത്. അങ്ങനെ അവസാന നിമിഷം ഇ ശ്രീധരൻ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതേറെ വേദനാജനകമായിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം പാലക്കാട് മണ്ഡലത്തിലെ നിലവിലെ MLAക്കെതിരെ ഉയർന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, ഒപ്പം കൗൺസിലറിന് നേരെ ഉയർന്നിട്ടുള്ള ലൈംഗിക ആരോപണ പരാതി, ഇതെല്ലാം തന്നെ അദ്ദേഹം പരാമർശിച്ചുകൊണ്ടാണ് പാലക്കാട് സംസാരിച്ചത് എന്നതുകൊണ്ടാണ് ഇനി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്. ഒരു പക്ഷേ സർക്കാരിനെതിരായ വിമർശനങ്ങൾ അദ്ദേഹം ആവർത്തിച്ചേക്കാം. വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ പിന്നോട്ടു പോയി, കേന്ദ്ര സർക്കാരിൻ്റെ പണം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല, മറിച്ച് UDFും LDFും അഴിമതി ഭരണം ആണ് നടത്തിയത്, വികസനത്തിൻ്റെ പേരിൽ പണം അവരുടെ പോക്കറ്റിലേക്കാണ് പോയത് എന്ന വിമർശനമടക്കം ഉന്നയിച്ചു. ഇനി മോദി എത്തുന്നത് തൃശ്ശൂരിലേക്കാണ്. ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞ നേരത്തെ നിരവധി പ്രവർത്തകരും അനുഭാവികളും, ഒരുപക്ഷെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ രാഷ്ട്രീയത്തിനപ്പുറവും ഒക്കെ ആളുകൾ എത്തിയേക്കാം. അവിടെ പരിശോധന കർശനമാണ്. പലരും ബാഗുകളും ഒക്കെയായാണ് എത്തുന്നത്. അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടോ? പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? നേരത്തെ പാലക്കാട് എത്തിയ പ്രധാനമന്ത്രിക്ക് പ്രവർത്തകർ വലിയ സ്വീകരണം ആയിരുന്നു നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം പാലക്കാട് നിന്ന് ഹെലികോപ്റ്ററിൽ ആണ് തൃശ്ശൂരിലേക്ക് എത്തിയത്. ഇനി റോഡ് ഷോയായാണ്, അതായത് റോഡ് മാർഗം ആണ് ഇനി സ്വരാജ് റൗണ്ടിലെ റോഡ് ഷോയ്ക്ക് ശേഷമാണ് അദ്ദേഹം പൊതുയോഗ വേദിയിലേക്ക് എത്തുന്നത്. അവിടെയും പ്രവർത്തകരുടെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ ആൾക്കൂട്ടം നരേന്ദ്രമോദിയെ വരവേൽക്കുകയാണ് തൃശ്ശൂരിൽ. ഇനി തൃശ്ശൂരിൽ മോദി എന്താണ് പറയുക എന്നത് തന്നെയാണ് എല്ലാവരും കാതോർക്കുന്നത്. അതേസമയം കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി പാലക്കാട് പറഞ്ഞു. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്യുന്നുണ്ട്. വിവിധ കേന്ദ്ര പദ്ധതികൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു മോദിയുടെ വാക്കുകൾ. UPA സർക്കാർ കേരളത്തിന് അനുവദിച്ചതിനേക്കാൾ 5 ഇരട്ടി തുകയാണ് NDA സർക്കാർ കേരളത്തിന് നൽകിയത് എന്നും മോദി പറഞ്ഞു. टीम BJP और टीम NDA सरकार बनाने के लिए मैदान में है. हम केरलम की जनता के आशीर्वाद से, आप सबके आशीर्वाद से यहां सरकार बनाएंगे और हम केरलम की सेवा में कोई कोर कसर बाकी नहीं छोड़ेंगे. NDA का लक्ष्य है केरलम के लोगों के सपने पूरे करना. हमने केंद्र में रहते हुए केरलम के विकास के लिए हर प्रयास किए हैं. जब कांग्रेस केंद्र सरकार में थी तब केरलम को केंद्र से 10 साल में जितना पैसा मिला हमने उससे 5 गुना ज्यादा बजट केरलम को दिया है. अर्बन डेवलपमेंट, रोड निर्माण, रेलवे विकास, एग्रीकल्चर डेवलपमेंट, जल जीवन मिशन, PM आवास, ये पैसा हर क्षेत्र के लिए दिया गया. लेकिन यहां की राज्य सरकार ने इस पैसे का सही इस्तेमाल नहीं किया. इन पैसों पर आपका अधिकार था, उन्होंने लूटने का काम किया है. ഇങ്ങനെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു. ഒപ്പം BJPയെ അധികാരത്തിലെത്തുന്ന തരത്തിലേക്ക് കേരളത്തിലെ ജനത സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ആത്മവിശ്വാസം കൂടി പുലർത്തുന്നു. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം റോഡ് ഷോ ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആജ്ഞ ചേരുന്നുണ്ട്. ആജ്ഞ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ?
അഭിലാഷ് തൃശൂർ കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ അദ്ദേഹം ഇപ്പോൾ ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഒരു 8 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. അതൊരു 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഈ സ്വരാജ് റൌണ്ടിലേക്ക് എത്തും. ബൈ റോഡാണ് എത്തുക. അതിന് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അതായത് ഹെലിപ്പാഡിൽ ഇറങ്ങിക്കഴിഞ്ഞു അദ്ദേഹം. അവിടുന്ന് യാത്ര തിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 10 മിനിറ്റിനുള്ളിൽ, അതായത് 7 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്റർ, അറൌണ്ട് 8 കിലോമീറ്റർ ആണ് കണക്കാക്കപ്പെടുന്നത്. അതിനുള്ളിൽ അദ്ദേഹം ആ ഒരു ദൂരം കവർ ചെയ്ത് അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ നിന്നും 900 മീറ്റർ ആ ദൂരത്താണ് റോഡ് ഷോ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത്രയും സമയം അദ്ദേഹം വോട്ടർമാരെ അഭിസംബോധന ചെയ്യും. പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം വലിയ വിമർശനമാണ് പ്രത്യേകിച്ചും കോൺഗ്രസിനും സംസ്ഥാന സർക്കാരിനുമെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. NDA സർക്കാർ ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ രണ്ട് മുന്നണികളും ചെയ്തിട്ടുള്ള എല്ലാ അഴിമതികളെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് പ്രധാനമായും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നുണ്ട്. തൃശൂരിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ വലിയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് തൃശൂരിൽ കണ്ടുനിട്ട് മോദിയെ, പ്രധാനമന്ത്രിയെ കളത്തിലിറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തൃശൂരിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് BJP തൃശൂർ മണ്ഡലം പിടിച്ചിട്ടുള്ള ഒരു പരിചയം അതുമാത്രമാണ് BJPക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിട്ട് 9 കടുത്ത മത്സരങ്ങൾ നടക്കുന്ന, ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന 9 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് പാലക്കാടും അതുപോലെ തൃശൂരും. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പാലക്കാടിനും തൃശൂരിനുമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം BJPയെ സംബന്ധിച്ചിട്ട് ഈ വളരെ ഈസി ആയിട്ട് നിയമസഭയിൽ എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണ് തൃശൂരും പാലക്കാടും. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറക്കാനുള്ള തീരുമാനം തന്നെ. അദ്ദേഹം ഇവിടെ എത്താനും കേരളത്തിലെ വോട്ടർമാരുടെ പൾസ് അറിയാനും വോട്ടർമാരോട്, അതായത് നിഷ്പക്ഷ വോട്ടുകൾ, LDF വോട്ടുകൾ കൂടുതലുള്ള മേഖലയാണ് തൃശൂർ. LDFന്റെ പരമ്പരാഗത വോട്ടുകൾ അല്ലാതെ നിഷ്പക്ഷർ മണ്ഡലം തീരുമാനിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി BJPക്ക് ഇക്കാര്യത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ BJPക്ക് വളരെ ഈസിയായിട്ട് നിയമസഭയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ, അതായത് ഹോംവർക്ക് വളരെ കൃത്യമായി എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ നിയമസഭയിൽ NDA പ്രതിനിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് BJP ഉള്ളത്. പലയിടത്തും നമുക്കറിയാം അലയൻസ് 2020 അലയൻസ് ഉൾപ്പെടെയുള്ള മണ്ഡലം പിടിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. എന്നിരുന്നാലും വലിയ നാളുകളുടെ കാൽക്കുലേഷൻസ് ആണ് പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തുക, BJP പ്രതിനിധി നിയമസഭയിലെത്തുക എന്നുള്ളത് ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.